1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും ഏതെങ്കിലും വീടിന്റെ വർക്ക്? 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് തീർക്കും. 1 മണിക്കൂർ സിമ്പിൾ ആയിട്ട് വീടിന്റെ വർക്ക് ഇങ്ങനെ വൈറ്റ് സിമെന്റ് അടിച്ച് തീർത്തോണ്ടിരിക്കുക. നമ്മളെ റഫീഖ് ഭായ് 10 രൂപക്കാണ് നിങ്ങൾക്ക് ഈ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് തരാൻ പോകുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് സംശയങ്ങൾ തീരുന്നില്ല, ഇത്ര പെട്ടെന്നൊക്കെ പണി തീർക്കാൻ കഴിയോ? അങ്ങനെ ചുരണ്ടി പോകുന്ന ഒരു സംഭവം അല്ല വൈറ്റ് സിമെന്റ് അല്ലേ, തന്നെയാണ് അടിക്കുന്നത്. ധൈര്യമായിട്ട് അടിക്കാം. ജനൽ എങ്ങനെയായിരുന്നു അതേമാതിരി നമ്മൾ ചെയ്തു ക്ലീൻ ആക്കി കൊടുക്കും. വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ബിർള വൈറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് തീർക്കും. 1 മണിക്കൂർ മതി. പിന്നെ നമ്മളെ പണി എളുപ്പമായില്ലേ? ഞാൻ നേരത്തെ പണിയെടുത്ത ആളാണ്. അപ്പൊ ഒരു പെയിന്റിംഗുകാർ എന്തൊക്കെയാ ഇതിൽ ഉപയോഗിക്കുക, എന്തൊക്കെ ഇതില് മായം ചേർക്കാന്നില്ല എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഇതില് വരെ അടുത്തൊന്നും മായങ്ങളൊന്നും കാണുന്നില്ല. വൈറ്റ് സിമെന്റ് അടിക്കുക. ഫുള്ള് വീടിന്റെ ഉള്ളും എല്ലാ ഭാഗം ചെക്ക് ചെയ്യാം. പൈസ കൊടുത്താൽ മതി. അങ്ങനെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റോളം ഏകദേശം തീർന്നു. ഉച്ചയായിട്ടുള്ളൂ അല്ലേ? ചമ്പൊക്കെ തീർന്ന് 10 രൂപ സ്ക്വയർ ഫീറ്റിന്. 1000 ആകുമ്പോൾ ഒറ്റയടിക്ക് കൂട്ടാൻ 10000 രൂപക്ക് നിങ്ങളുടെ വീടിന്റെ വർക്ക് വൈറ്റ് സിമെന്റ് അടിച്ച് തീർന്നു. 10 രൂപ സ്ക്വയർ ഫീറ്റിന് 1000 ആകുമ്പോൾ ഒറ്റയടിക്ക് കൂട്ടാൻ 10000 രൂപക്ക് നിങ്ങളുടെ വീടിന്റെ വർക്ക് വൈറ്റ് സിമെന്റ് അടിച്ച് തീർന്നു. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയിൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് എങ്ങനെ എളുപ്പം ചെയ്യാം, പോക്കറ്റ് കാലിയാവാതെ ചെയ്യാമെന്നൊക്കെ അല്ലേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ പെയിന്റിംഗ് മെത്തേഡ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് വൈറ്റ് സിമെന്റ് സ്പ്രേ പെയിന്റിംഗ്. വളരെ വേഗത്തിൽ ചെറിയ ചെലവിൽ നിങ്ങളുടെ വീടിൻ്റെ വൈറ്റ് സിമെന്റ് അടിച്ച് തീർക്കുക. അതെങ്ങനെ, അതിലുള്ള സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ടല്ലോ. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്തിനു കാത്തിരിക്കണം? ഒന്ന് പെട്ടെന്നായിട്ടോ. ഇതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. സിമ്പിളായിട്ട് വീടിൻ്റെ വർക്ക് ഇങ്ങനെ വൈറ്റ് സിമെന്റ് അടിച്ച് തീർത്തോണ്ടിരിക്കുക. നമ്മളെ റഫീഖ് ഭായ് ഒന്ന് നിർത്തി നമ്മുടെ വ്യൂവേഴ്സിന് സംശയങ്ങൾ തീരുന്നില്ല, ഇത്ര പെട്ടെന്നൊക്കെ പണി തീർക്കാൻ കഴിയോ? അതിൽ കംപ്ലൈന്റ് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. എന്താ ഒരിക്കലും വൈറ്റ് സിമെന്റ് സ്പ്രേയിൽ ഒരിക്കലും കംപ്ലൈന്റ് ഉണ്ടാവില്ല. കംപ്ലൈന്റ് ഒരിക്കലും വരില്ല. എന്താ വെച്ചാൽ നമ്മള് വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ബിർള വൈറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട് പൊളിഞ്ഞു പോരുന്നുണ്ട്. ഒരിക്കലും കാണുന്ന വൈറ്റ് സിമെന്റ് അടിച്ചത് പൊളിഞ്ഞു പോരുന്നാണ് പറയുന്നത്. അത് പൊളിഞ്ഞു പറഞ്ഞ് നമ്മൾ ഉള്ളിയെടുത്ത് വേണമെങ്കിൽ കുത്തി തരാം. പക്ഷെ നമുക്ക് ഉള്ളിയെടുത്ത് കുത്തിയിട്ട് കാണിച്ചു തരണം. പക്ഷെ ഉള്ളിയെടുത്ത് കുത്തിയാല് സിമെന്റ് ഉള്ളു പോരുള്ളൂ. സിമെന്റ് ബാക്കിയുള്ള സിമെന്റ് ഉള്ളു പോരുള്ളൂ. വൈറ്റ് സിമെന്റ് ഒരിക്കലും സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ചരണ്ടി നോക്കിയാലോ. സ്ക്രാപ്പർ എടുക്കടാ. ഇവിടെ വൈറ്റ് സിമെന്റ് ഈ വീടിന്റെ വർക്ക് ഏകദേശം ഇന്ന് ഒരു 8 മണിക്ക് തുടങ്ങി, ഇപ്പൊ തീരാനായി. നമ്മളൊരു ഏകദേശം 1 മണിയാകുമ്പോഴത്തേനുള്ള ഫിനിഷിംഗ്. അതായത് ഒരു വീടിന്റെ വർക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കുകയാണെന്ന്. 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും ഏതെങ്കിലും വീടിന്റെ വർക്ക്? 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് തീർക്കും. 1 മണിക്കൂർ മതി. പിന്നെ നമ്മളെ പണി എളുപ്പമായില്ലേ? നമുക്കൊന്ന് ചുരണ്ടി നോക്കല്ലേ? ഇവിടെ ഒന്ന് ചുരണ്ടട്ടെ. അത് സ്വിച്ച് ബോർഡ്. ഇത് സ്വിച്ച് ബോർഡാണ്. ചുരണ്ടുന്നില്ല. അങ്ങനെ ചുരണ്ടി പോകുന്ന ഒരു സംഭവം അല്ല വൈറ്റ് സിമെന്റ് അല്ലേ. ഇതിപ്പോ നമ്മളിപ്പോ അടിച്ചിട്ടുള്ളൂ. വൈറ്റ് സിമെന്റ് പറഞ്ഞാൽ വെള്ളം നനച്ച് ചെയ്യേണ്ട പരിപാടികളല്ലേ? എത്ര ദിവസം നനക്കണത്? നമ്മൾ കറക്റ്റ് 2 ദിവസം നനച്ചാൽ മതി. കറക്റ്റ് 2 ദിവസം നനച്ചാൽ 2 ദിവസം കറക്റ്റ് നനച്ചാല് കറക്റ്റ് ആയിട്ട് പിടിക്കും അല്ലേ? പിന്നെ നമ്മൾ ഡ്രൈ ആയ ചുമരുമ നമ്മൾ അടിക്കുന്നത്. ഡ്രൈ ആയ ചുമരുമ അടിക്കാൻ നമ്മൾ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നമ്മൾ ഇത് നനഞ്ഞ ചുമര. ഇതിപ്പോ അടിച്ചതാ. ഇത് നനവുണ്ട് ചുമര. ഈ നനവ് നമുക്ക് പക്ക ഡ്രൈയിലെ ചുമര നമുക്ക് കിട്ടേണ്ടത്. നനഞ്ഞിൽ അടിച്ചാൽ ഈ ബ്ലാക്ക് ഷെയ്ഡ് കാണും. ബ്ലാക്ക് ഷെയ്ഡ് കാണുന്ന ഉള്ളിലെ ഈ കല്ലില്ലേ, ആ കല്ലിൽ വെള്ളം നിൽക്കൊണ്ടാണ്. ആ കല്ലിൽ വെള്ളം. പക്ഷെ ആ വെള്ളം നമുക്ക് ഉണങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് വൈറ്റ്നസ്. മഴക്കാലത്ത് നിങ്ങൾ പരിപാടി നടക്കൂല. മഴക്കാലത്ത് പിന്നെ നന്നായിട്ട് നനച്ചതിന്റെ പിറ്റേന്ന് വന്നിട്ട് ഇത് അടിക്കും ചെയ്യും. വീട് നന്നായിട്ട് ഉണങ്ങണം. നല്ല ഉണങ്ങണം. ഇപ്പൊ അവര് കണ്ടോണ്ടിരിക്കണേ ഈ ജനാലേ, ഇത് നിങ്ങൾ കവർ ചെയ്താണോ? നമ്മൾ കവർ ചെയ്താണ്. നമ്മളിത് കഴിഞ്ഞിട്ട് ഇനി കറക്റ്റ് ആയിട്ട് നല്ല ഇതിന്റെ ഈ ജനൽ എങ്ങനെയായിരുന്നു അതേമാതിരി നമ്മൾ ചെയ്തു ക്ലീൻ ആക്കി കൊടുക്കും. അതാണ് ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നത് കംപ്ലൈന്റ്. നിങ്ങൾ ഇത് അടിച്ചു പോകും, നേരെ ജനലൊക്കെ ആകെ കേടെത്തി വെച്ചു, വാതിലൊക്കെ മൊത്തം കംപ്ലൈന്റ് ആക്കി എന്നാണ് പറഞ്ഞത്. ഇല്ല, അങ്ങനെ ആക്കോ? അങ്ങനെ ഒരിക്കലും നമ്മൾ ആക്കൂല. വൈറ്റ് സിമെന്റ് ചെയ്യുന്ന ഒരുപാട് ടീമുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യില്ലാന്ന് നമുക്ക് പറയാം. എല്ലാവരും അങ്ങനെ അല്ല എന്നാണ് ഓലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആളെ ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കല്ലേ. ഇതൊക്കെ ക്ലീൻ ആക്കണ്ടോ? അതായത് ഇത് ക്ലീൻ ആക്കി ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഷീറ്റ് ഫുള്ള് എടുത്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ജനൽ മൊത്തം ക്ലീൻ ആക്കും. ജനൽ മൊത്തം ക്ലീൻ ആക്കിയിട്ട് കസ്റ്റമർക്ക് ഫുള്ള് ചെക്ക് ചെയ്യാൻ വന്നിട്ട് ചെക്ക് ചെയ്യാം. ഫുള്ള് വീടിന്റെ ഉള്ളും എല്ലാ ഭാഗം ചെക്ക് ചെയ്യാം. പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പൊ ഈ വീടിന്റെ പണി ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരാൾ കംപ്ലൈന്റ് പറഞ്ഞേ, അയലക്കത്തെ വീട്ടിലെ മൊത്തം പാറി ആകെ വെള്ളമാകുന്നു. ഞാൻ ഇവിടെ കാണുന്നുണ്ട് കുറച്ചൊക്കെ. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ തന്നെ പോകണം. അത്രല്ലേ ഉള്ളൂ. മണ്ണിൽ പോകും. അത്രേ വരുന്നുള്ളൂ. അല്ലാതെ അത്
പിടിച്ചിരിക്കുന്ന സാധനം ഒന്നല്ല അല്ലേ, നമ്മളല്ലോ നമ്മളെ അപ്പെക്സും പ്രൈമറും ഒന്നല്ല അടിക്കുന്നത്, സാധാ വെള്ളത്തിൽ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്തിട്ട് അടിക്കുന്നത്. പച്ചവെള്ളം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ആക്കാൻ പറ്റും വേറെ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ അല്ലേ. ഇപ്പൊ ഈ വീടിന്റെ വർക്കിൽ ഇത് എത്ര കോട്ടായി ഇങ്ങനെ നല്ല വെൺമേൽ വെൺമേൽ കാണുന്നത് കറക്റ്റ് 2 കോട്ട് ആയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി ഉണ്ടോ? ഇനി ഒരു ഫിനിഷിംഗ് കോട്ട് ഫിനിഷിംഗ് കോട്ട് തന്നെ എവിടെയും കവറിങ് ഇല്ലാത്തടത്ത് എല്ലാം നമ്മൾ ടച്ച് ചെയ്യും അല്ലേ. ഈ കാണുന്ന വീടിന്റെ ഈ ഫ്രണ്ട് ഭാഗം എത്ര സമയം കൊണ്ട് ഞങ്ങൾ തീർക്കുക? നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് അടിക്കും. സാധാരണ നമ്മൾ ബ്രഷ് കൊണ്ട് അടിച്ച് തീരാണെങ്കിൽ എത്ര സമയം എടുക്കണം? ബ്രഷ് കൊണ്ട് അടിക്കണമെങ്കിൽ നമ്മൾ ഈ കുതിര നീക്കണം, പിന്നെ അതിന്റെ മുകളിൽ കയറണം, ഹൈറ്റ് കയറണം. ഇത് ഏറ്റവും ടോപ്പ് നിങ്ങൾ ലാഡറിന്റെ മേലെ നിന്ന് ലാഡറിന് മേലെ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അടിച്ചു, സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഒരു 2 നില ബിൽഡിംഗ് ഒക്കെ 2 നില ബിൽഡിംഗ് ഒക്കെ നമുക്ക് വീടിനെക്കാട്ടും പെട്ടെന്ന് നമുക്ക് ബിൽഡിങ്ങിന്റെ വർക്കാണ് തീർക്കാൻ പറ്റുക അല്ലെ. വീടിനാകുമ്പോ കുറെ റൂമും കട്ടിങ്ങും ഇതൊക്കെ ഉണ്ടാവും അല്ലെ. ബിൽഡിംഗ് ആകുമ്പോ നേരെ അടിച്ചു പോയാൽ മതി. അപ്പൊ ഇതിപ്പോ ചെയ്യണമെങ്കിൽ ഇപ്പൊ വലിയ ചെലവാവോ എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണല്ലോ. നമ്മളിപ്പോ ലാഭിക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്യുന്നു, മണിക്കൂർ കൊണ്ട് തീർക്കാന്ന് പറയണേ. പക്ഷെ പൈസ ഒരു പ്രശ്നമല്ലേ. നിങ്ങൾക്ക് എത്ര രൂപ ഇതിന്റെ കറക്റ്റ് കോസ്റ്റ്? ഇത് കറക്റ്റ് കോസ്റ്റ് നമ്മൾ ഈ വീട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ലേബർ വിത്ത് മെറ്റീരിയൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ 12 രൂപ വെച്ചിട്ട് ഈ വീട് ചെയ്തത്. ഈ 12 രൂപ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അത് ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ ചെയ്തത്. ഓക്കെ. ഇതിൽ വേറെ കാര്യമുണ്ട്. നമ്മളിവിടെ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് വീടിന്റെ സ്ക്വയർ ഫീറ്റാ, അല്ലാതെ സാധാരണ ഇതുപോലെ പേയ്മെന്റ് ഇതിനൊക്കെ പെയിന്റിങ്ങിന്റെ ചുമന്റെ റണ്ണിംഗ് ആണ്. വാൾ സ്ക്വയർ ഫീറ്റ് അല്ല, വാൾ സ്ക്വയർ ഫീറ്റ് അല്ല. പ്ലാനിൽ നിങ്ങളെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാനിൽ കാണിക്കുന്ന ബ്ലിൻഡേജ് സ്ക്വയർ ഫീറ്റ് നോക്കണം. ബ്ലിൻഡേജ് ഏരിയ, അപ്പൊ അതാണ് അതിന്റെ സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ നമ്മൾ 12 രൂപക്കാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണം. നമ്മള് വ്യൂവേഴ്സിന് ഇപ്പൊ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ കസ്റ്റമർ നമ്മൾ മെറ്റീരിയൽ മേടിച്ച് തരികയാണെങ്കിൽ നമ്മൾ ഓൺലി 10 രൂപക്ക് പിന്നെ ലേബർ ചാർജ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ഫീറ്റിന് വെറും 10 രൂപക്കാണ് നിങ്ങൾക്ക് ഈ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് തരാൻ പോകുന്നത് അല്ലേ. അത് നിങ്ങൾ ലേബർ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ ദൂരമുള്ള നമ്മള് മണ്ണാർക്കാട് ഓഫീസിൽ വരുന്നത്. അതിന്റെ ചുറ്റളവിൽ വരുന്നത് എല്ലാ കസ്റ്റമർക്കും നമ്മള് പിന്നെ ലേബർ ചാർജ് ഓൺലി 10 രൂപ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയില്ല തന്നെയാണ് നമുക്ക് എല്ലാ ഇടത്തും നമ്മൾക്ക് പറഞ്ഞാൽ ട്രാവൽ ചാർജ് നമ്മൾ ഈടാക്കുന്നത്. ഓക്കെ. ലോങ്ങിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കൊണ്ട് അത്രയും ട്രാവൽ ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇനി നമ്മളെ വ്യൂവേഴ്സിന് അടുത്തുണ്ടായിരുന്ന സംശയം, വെള്ളം അടിച്ചൊന്നും നോക്കണത്. വെള്ളം അടിച്ചാൽ നമുക്ക് പൈപ്പ് എടുത്ത് നോക്കാം. ആ പൈപ്പിൽ വെള്ളം ഉണ്ട് അവിടെ, പമ്പ് ചെയ്യാം. ഒന്ന് മോട്ടർ അടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. പൈപ്പ് ഇവിടെ ഉണ്ടല്ലേ? പൈപ്പ് ചെറിയ പൈപ്പിൽ അടിച്ചാൽ പോരാ, നമുക്ക് വലിയ പൈപ്പിൽ പറ്റുമോ? ഉണങ്ങിയ സ്ഥലം ഏതാ? മേലായിരിക്കും. ഇതൊക്കെ ഇവിടെ ഒക്കെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. മേൽഭാഗം ഒന്ന് നമുക്ക് മോട്ടോർ പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത്. ധൈര്യമായിട്ട് അടിക്കാം. ശരിക്കും ഇത് നനക്കന്നെ വേണല്ലോ, നനക്കന്നെ വേണല്ലോ ശരിക്കും ഈ വൈറ്റ് സിമെന്റ് അടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാ ശരിക്കും നനക്കേണ്ടത്? കറക്റ്റ് നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് നനച്ചാൽ മതി. അതാട്ടോ വൈറ്റ് സിമെന്റ് കറക്റ്റ് 2 നന നനക്കണം. 2 നന മസ്റ്റായിട്ട് നനക്കണം. എന്താ വെച്ചിട്ട് നമ്മള് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്താലും കറക്റ്റ് നനക്കണം. അതേ സിമെന്റ് പ്രൊഡക്റ്റ് തന്നെയാണ് വൈറ്റ് സിമെന്റ്. ചില ആൾക്കാർക്ക് കസ്റ്റമർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഈ വൈറ്റ് സിമെന്റ് പൊളിഞ്ഞു പോരുമെന്ന്. പക്ഷെ വൈറ്റ് സിമെന്റ് ഒരിക്കലും ബിർള വൈറ്റ്, അൾട്രാ വൈറ്റ്, JK, വേമ്പനാട് ഒരിക്കലും പൊളിഞ്ഞു വരില്ല. അപ്പൊ ഈ വീട് ഇവിടെ കോൺട്രാക്ട് എടുത്ത ആൾ തന്നെയാണല്ലോ അല്ലെ? പേര് ഇബ്രാഹിം. ഇവിടെ അടിപൊളിയായിട്ട് പണികൾ നടന്നുകൊടുക്കുന്നുണ്ട്. നമ്മളെ സാധാരണ രീതിയിലെ പെയിന്റിംഗ് സിസ്റ്റം പണ്ടേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണമല്ലോ. അങ്ങനെയാണല്ലോ ഇതിലെത്തിയത്. എങ്ങനെ വരെ കിട്ടി? ഞാനിത് ഇവരെ യൂട്യൂബിലാണ് ഇത് കണ്ടത്. യൂട്യൂബ് കണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ഞാൻ വെറുതെ ശ്രദ്ധിച്ചത്. അത് ശ്രദ്ധിച്ച് മൂപ്പരെ വിളിച്ചു. മൂപ്പര് മണ്ണാർക്കാട് ഭാഗത്താണെന്ന് പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ നമ്മളത് നോക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ മൂപ്പര് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് വീടുകളുടെ പണിയെടുക്കണം, മൊത്തം താക്കോൽ കൊടുക്കുന്ന പണിയാണ് എനിക്കുള്ളത്. അപ്പോൾ മൂപ്പരോട് പറഞ്ഞപ്പം മൂപ്പര് വരാമെന്നും ചെയ്യാന്നും പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞാണ്. അപ്പൊ അന്ന് ഇത് വേണ്ടത്ര ഉണക്കായിട്ടില്ല. കുറച്ചും കൂടെ ഉണക്കായതിന്റെ ശേഷം ചെയ്യാന്ന് പറഞ്ഞാണ്ട് ബുധനാഴ്ച ഇന്ന് വരാന്ന് പറഞ്ഞു. ഇന്ന് ചെയ്ത് ഇപ്പം രാവിലെ വന്നതാണ്. 8 മണിക്ക് വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഇപ്പൊ മുക്കാഭാഗം തീർന്നിട്ടുണ്ട്. എത്ര വേഗം തീർന്ന് വിചാരിച്ചിരുന്നോ? ഇല്ലല്ല, നമുക്ക് വേണ്ടത് തന്നെയാണ് പെട്ടെന്ന് പണി തീരുക. അതാണ് നമ്മളെ ആവശ്യം. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റോളം ഏകദേശം തീർന്നു. ഉച്ചയായിട്ടുള്ളൂ അല്ലേ? ചൊമ്പൊക്കെ തീർന്ന്. ഇപ്പൊ ഇത് സെലക്ട് ചെയ്യുമ്പോ ആൾക്കാര് നമ്മൾ നോക്കണ്ട, എന്നാലും കുറ്റം ഇതിന്റെ നെഗറ്റീവ് ഇങ്ങനെ പറയാറുണ്ട്. ഇത് പാറിപ്പോകും, പൊളിഞ്ഞു പോരും, അങ്ങനത്തെ കാര്യങ്ങള്. അതിനെ കുറിച്ച് എന്താ? അതിലിപ്പോ എന്താ വെച്ചാല് ഞാനിപ്പോ അത് കാലങ്ങളായിട്ട് വർക്ക് എടുക്കണതാണ്.
എനിക്ക് എല്ലാ പണിയില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ഏകദേശത്തിന്റെ എല്ലാ രീതികളും എനിക്ക് അറിയണം. അപ്പോൾ പെയിന്റിങ്ങിലാണെങ്കിലും മറ്റു പണികളൊക്കെ ആണെങ്കിലും വീടിന്റെ മൊത്തം വർക്ക് എടുക്കണോണ്ട് ഞാൻ നേരത്തെ പണിയെടുത്ത ആളാണ്. അപ്പോൾ ഒരു പെയിന്റിങ്ങുകാർ എന്തൊക്കെയാ ഇതിൽ ഉപയോഗിക്കുക, എന്തൊക്കെ ഇതിൽ മായം ചേർക്കുക എന്നില്ല എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഇതിൽ വരെ അടുത്തൊന്നും മായങ്ങളൊന്നും കാണുന്നില്ല. വൈറ്റ് സിമെന്റ് അടിക്കുക നമുക്ക് പെട്ടെന്ന് പണി തീരാ വേണ്ടത്. അത് അൽഹംദുലില്ലാ നല്ല രീതിയിൽ തീരുന്നുണ്ട് അല്ലേ? അപ്പൊ ഹാപ്പിയാണ് മൂപ്പര വർക്കില്? നമ്മളുള്ളത് മഞ്ചേരി ആട്ടോ. ശരി. വർക്ക് ഇങ്ങനെ സ്പീഡിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ട് അല്ലെ, അവർക്ക് പരാതി ഉണ്ടാവും. ഒരുപാട് പരാതി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് പണി തീർക്കുക. പക്ഷെ അവര് പെയിന്റിങ് പറഞ്ഞാല് ഒരുപാട് സ്റ്റേജ് ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ സാധനമാണ് വൈറ്റ് സിമെന്റ് സ്പ്രേ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളി. കാരണം ബ്രഷിന്റെ പണം ഇല്ലാതെ സ്പീഡിൽ പരിപാടി തീർക്കുക. ബ്രഷിന്റെ പണം ഉണ്ടാവും. ബ്രഷിന്റെ പണം ഉണ്ടാവില്ല. ബ്രഷ് ഉപയോഗിക്കുന്നില്ല, അതന്നെയാണ്. പിന്നെ 3 കോട്ട് വരെ നിങ്ങൾ അടിച്ചും കൊടുക്കും. 2 അല്ല 3 കോട്ട് അടിക്കും. അപ്പൊ അതിന്റെ ആ ഒരു ഫിനിഷിങ് അവിടെ കിട്ടും. ഉണങ്ങി കഴിഞ്ഞാൽ നല്ല വൈറ്റ്നസ് കിട്ടും, അടയാളങ്ങൾ വരില്ല. ആ രീതി. ഇവിടെ എത്ര കോട്ട് അടിച്ചിട്ടുണ്ട്? അപ്പൊ അതിങ്ങനെ 2 കോട്ട് കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടുള്ളൂ. 2 കോട്ടേ അടിച്ചിട്ടുള്ളൂ. ഇതിൽ ഫിനിഷിങ് വരും. ചുമര് ചെറുതായിട്ട് നനവുണ്ടാവുകൊണ്ട് നമ്മൾ നിർത്തിയതാണ് അല്ലെ? അപ്പൊ അതിന്റെ അകത്തേക്ക് എങ്ങനെയാ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. ഒറ്റ കോട്ട അടിച്ചിട്ടുള്ളൂ. അത് ചുമര് നനവുണ്ട്, കറക്റ്റായിട്ട് നനവുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ കവർ ചെയ്തില്ല. വിൻഡോ ഫുള്ളായി നനവുണ്ട്, കവർ ചെയ്തു. ഇനി ഇവിടെ അടുത്ത കോട്ട് 2 കോട്ട് അടിക്കാണ്ട്. ഒരു ഫസ്റ്റ് കോട്ട് ഉണ്ടാവും, പിന്നെ ക്ലിയർ കോട്ട് ഉണ്ടാവും. ക്ലിയർ കോട്ടും വരും അല്ലെ? ഇപ്പൊ ഈ ഒരു വീട് 2000 സ്ക്വയർ ഫീറ്റ് ഏകദേശം അല്ലെ പറഞ്ഞ? ഇതിപ്പോ മൊത്തം അടിക്കണമെങ്കിൽ എത്ര, ബ്രഷിൽ അടിക്കുകയാണെങ്കിൽ എത്ര ലേബേഴ്സിന്റെ വർക്ക്? ഇത് 2000 സ്ക്വയർ ഫീറ്റ് കറക്റ്റ് ലേബേഴ്സ് പറഞ്ഞാൽ 5 പേര് 4-5 ദിവസം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഫസ്റ്റ് 2 കോട്ട്, 1 കോട്ട് പിന്നെ ബ്രഷിന് നീളത്തിലടിച്ച് ഒരു താഴത്ത് 1 കോട്ട് അടിക്കണം. ബ്രഷിനടിക്കണം. ഓക്കെ. പിന്നെ ഈ ജനാല കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കും വേണം. അതുപോലെ തുടങ്ങുന്നതിന് മുമ്പ് വോളൊന്ന് ക്ലീൻ ആക്കണം. ഫുള്ള് ക്ലീൻ ആക്കണം. ഭാഗമാണ്. ചുമരത്തെ പിസുരും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ വെച്ച് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കൂലിപ്പണിയാണ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഭക്ഷണം, ചായ, അങ്ങനെ ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. വീട് പണിയിൽ ഉണ്ടാവണം കേട്ടോ. ഞാൻ പറയാം, അതിന്റെ ഓരോ ഭാഗങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ കരാറല്ലേ അത് ചെയ്യുന്നത്? നമ്മള് എന്ന് പറഞ്ഞാല് സ്ക്വയർ ഫീറ്റ് ലെവൽക്കാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ആകെ തരുന്നത് പറഞ്ഞാല് വെള്ളവും തരുന്നുണ്ട്, കറണ്ടും തരുന്നുണ്ട്. വെള്ളം വേണം. കറണ്ടും വെള്ളം മാത്രമുള്ളൂ തരുന്നത്. പിന്നെ ചില കസ്റ്റമർ നമുക്ക് ഫുഡ് തരും. നിങ്ങളെ താല്പര്യമാണ്. അതാണ്. ചിലപ്പോ ഒന്നും കിട്ടാത്ത നാട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യാണ്. നിങ്ങളൊന്ന് സഹകരിക്കുക. വെള്ളം അടക്കം ഞങ്ങൾ കൊണ്ടുപോവാണ്. കുടിവെള്ളം അടക്കം ഞങ്ങൾ കൊണ്ടുപോവാണ്. ഓക്കെ. അപ്പൊ അതാണ് ഈ ഒരു വൈറ്റ് സിമെന്റ് സ്പ്രേ. ഇപ്പൊ ഇനി ഈ വീട്ടിൽ ഇനി എന്താ ചെയ്യാനുള്ളത്? ഈ അകം മാത്രമാണോ? അകമുണ്ട്, ഫ്രണ്ടേജും ഉണ്ട്. പിന്നെ നമുക്ക് ജനല് കവറൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നേരെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നേരെ വൈറ്റ് സിമെന്റ് അടിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ചോദിച്ചോട്ടെ, നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇതിന്റെ ചെലവ് കോസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നോർമലി 12 ആണ്. നമ്മളെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് 10 രൂപക്ക് ചെയ്യാണ്. അതിൽ അഡീഷണൽ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങി കൊടുത്താൽ മതി. ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിലെ വീടിന് എത്ര ചാക്ക് വേണമെന്ന്? 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് 3.5 ചാക്ക് വൈറ്റ്, ഒരു 3.5 ചാക്ക് സിമെന്റ് ആവശ്യമുള്ളൂ അല്ലെ? അത് വാങ്ങിയെടുത്താൽ നിങ്ങൾ വന്നിട്ട് അടിച്ചു കൊടുക്കും. അപ്പൊ 10 രൂപ സ്ക്വയർ ഫീറ്റിന് 1000 ആകുമ്പോൾ ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റും. 10000 രൂപക്ക് നിങ്ങളുടെ വീടിന്റെ വർക്ക് വൈറ്റ് സിമെന്റ് അടിച്ച് തീർന്നു. അത് നമുക്ക് ട്രാവൽ ചാർജ് നമ്മൾ ഈടാക്കും ലോങ് വരുമ്പോ. ഓക്കെ. ഇനിയുള്ള കാര്യങ്ങൾ നേരിട്ടാട്ടെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്.